ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ എടുക്കുന്നത് പുൽമേട് സത്രത്തിൽ നിന്നാണ് കേട്ടോ. വെർച്വൽ ക്യൂവിൻ്റെ ബുക്കിംഗ് ആയിട്ട് രാവിലെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പുൽമേട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഗൈസ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പുൽമേട്ടിൽ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഫസ്റ്റ് ഒരു കടമ്പ ഞാൻ ഇതിൽ പറയുന്നത്, നമ്മൾ സത്രത്തിലോട്ട് കയറണമെങ്കിൽ പോലീസിൻ്റെ പാസ് അടിക്കണം കേട്ടോ. പോലീസിൻ്റെ പാസ് അടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ വന്നാലേ ഇങ്ങോട്ട് കയറിയാലുള്ള പാസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാലേ ഇവിടെ വിർച്വൽ ക്യൂവിൻ്റെ, അതായത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ, നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് വന്നാൽ ഓക്കെ, കുഴപ്പമില്ല. സ്പോട്ട് ബുക്കിംഗ് ആണെങ്കിൽ ഇവിടെ വന്ന് ക്യൂ നിൽക്കണം. അതുകൊണ്ട് അവിടെ ഇപ്പോഴേ ക്യൂ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞതുള്ളൂ. നമ്മൾ വന്നപ്പോൾ അവിടെ ക്യൂ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ക്യൂ ഭയങ്കരമായിപ്പോയി. നമ്മൾ കയറാതെ നിന്ന് നമ്മൾ ഇടയ്ക്കായിപ്പോയി. ഗൈസ്, നമ്മളിനി ബുക്കിംഗ് എന്തായെന്ന് നോക്കിയിട്ട്, വണ്ടി കുറച്ചുകൊണ്ട് 5000 പേർക്ക് കണ്ട് എൻട്രി ഉള്ളൂ. 5000 പേരത്തോളം വണ്ടിയുണ്ട്. അപ്പോൾ ഇന്ന് പാസ് അടിച്ചാൽ ചിലപ്പം നാളെ കയറാൻ പറ്റും. ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പരമാവധി പുൽമേടിന് വരുന്നവർ ഓൺലൈൻ ബുക്ക് ചെയ്ത് തരാമെന്ന് ശ്രമിക്കുക. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളെ അങ്ങോട്ട് പങ്കുവയ്ക്കാം. രാത്രി കുരുത്തോലോട്ടാൻ പോയില്ലായിരുന്നു. നല്ല തണുപ്പുണ്ടായതിൻ്റെ എല്ലാവരും അകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പ്, അതായത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ അവിടെ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ തണുപ്പ് കാരണം ഇവിടെ കയറി അകത്തിരിക്കുകയാണ് കേട്ടോ. ടോക്കൺ നമ്പർ 1 നീ ആന എന്തായാലും പറഞ്ഞുകൊണ്ട് ആനെ കൂട്ടും. അത് മൂവി അടുത്ത നിൽക്കുന്നുണ്ടോ? ടോക്കൺ നമ്പർ 9 18 പേര്. ടോക്കൺ നമ്പർ 9 പോട്ടെ, അങ്ങോട്ട് പോട്ടെ. ടോക്കൺ നമ്പർ 9. അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് കിട്ടി ഞങ്ങളടുത്ത് ക്യൂ നിൽക്കുകയാണ് കേട്ടോ, നമ്മളെ ടോക്കൺ നമ്പറിനായിട്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് ചെക്കിങ് നടത്തണം കേട്ടോ. നമ്മുടെ എണ്ണ എടുത്ത് വിടുന്ന ക്യൂ ആണ് കേട്ടോ ഗൈസ്. ഇത് നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ ഈ ക്യൂവിലോട്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ ഗൈസ്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സ്പീഡിൽ നമുക്ക് അങ്ങ് പോകാൻ പറ്റും. നമ്മൾ ഇവിടെ ഓരോരുത്തർ കയറി പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ താണ്ട മല കയറി തുടങ്ങി കേട്ടോ ഗൈസ്. ഇതൊരു അപാരമാണ്. നമ്മൾ കയറി തുടങ്ങിയപ്പോൾ വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. ആദ്യമായിട്ട് വന്നതിൻ്റെ ആ ഒരു ഇതെനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. കയറി കുഴഞ്ഞു ഗൈസ്. ഒരു രക്ഷയുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന കണക്കല്ല, വീഡിയോ കാണുന്നതിലും അപാരമാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ വേരുകളും കല്ലുകളും ഒക്കെ പീഡിച്ചാണ് നമ്മളങ്ങോട്ട് മേപ്പോട്ട് കയറി പോകേണ്ടത്. ഒരു രക്ഷയില്ല. കുറേയൊക്കെ കയറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നിൽക്കും. കാരണം നമ്മുടെ ആദ്യമായിട്ടാണ് പുൽമേട് കുഴഞ്ഞു പോയി. കാരണം ഞങ്ങൾ കല്ലിമലേക്ക് നടക്കുന്നു. അവർ ഹായ് കൊടുക്കട്ടെ, ഒരു ഹായ് കൊടുക്ക്. അയ്യോ, പുൽമേട് കണ്ടം ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വായ്പാണ്. ആദ്യമായിട്ട് വന്നതിൻ്റെ ആണ് ഗൈസ്. നമ്മൾ ആ മലയൊക്കെ കയറി മുകളിൽ വരുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്. ഇതാണ് പുൽമേടിൻ്റെ വ്യൂസ്. ഇനി നമ്മൾ അങ്ങോട്ട് കാണുമ്പോൾ നല്ല കിടിലം, അതൊരു എക്സ്പീരിയൻസ് ആയ സ്ഥലങ്ങളാണ്. അടിപൊളിയാണ്. നമുക്ക് കയറി മുകളിൽ താഴേന്ന് കയറി വരുന്നത് കാണാം. ഈ മുട്ടക്കുന്ന് പോലെ സെറ്റാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു പ്രത്യേക വൈബാണ്. അത്രയും വെയിലടിച്ചാലും നമുക്ക് നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു ഫീല്, ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്തില്ല. ഇത് ഏറ്റവും മുകളിൽ വന്ന് കേട്ടോ. നമ്മൾ ആ കയറ്റം എല്ലാം കയറി നമ്മൾ മുകളിൽ വന്ന് ഈ കയറ്റം കയറുമ്പോഴൊക്കെ നന്ദൂട്ടി
എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഉള്ളൂ എന്നൊക്കെ പറയും. ഇത് ആനത്താരയാണ് കേട്ടോ ഗൈസ്. ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പോയതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ആനയുടെ ചൂടായിട്ടുള്ള ആനപ്പിണ്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതത് ചവിട്ടി പോകുന്നതിൻ്റെ പാടുകളാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത മലകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ദൂരെ കാണുന്ന ആ ഒരു ഓരോരോ മലകൾ നമ്മൾ കയറിയിറങ്ങാം. അതായത് നമ്മൾ കയറിയിട്ട് ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അടുത്തായതേ ഉള്ളൂ. അതായത് ഇനിയും ഒരു 11 കിലോമീറ്റർ അടുത്ത് നമ്മൾ നടക്കാനുണ്ട്. പിന്നെ ഒരുപാട് വ്യൂസ് ഉണ്ട്, അടിപൊളിയാണ്. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും മലനിരപ്പുകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തേക്ക് പച്ചപ്പ് ഒരുവിധമൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. നല്ല ഒരുപാട് ഭക്തർ ഈ വഴി കടന്നു പോകുന്നതിലാണ് കേട്ടത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം നല്ല പുല്ല് വളർന്ന് നിൽക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കാട്ടുപോത്താണ് കേട്ടോ. സൂം ചെയ്തത് കാട്ടുപോത്തിനെയാണ് കേട്ടോ. ഈ മലനിരപ്പുകളെല്ലാം നമ്മൾ കയറാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആകെ ഞാനങ്ങ് തളർന്നു പോയാണ് കേട്ടോ. ഓരോ ഇത് മല കഴിയുമ്പോഴും ഇപ്പോൾ എത്തും. ഈ ബോർഡ് കണ്ടപ്പോൾ ആകെ ആവശ്യമായിട്ട് ഇനി 7 കിലോമീറ്റർ. അയ്യോ, ഇപ്പം തന്നെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഈ നടത്തം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെ വീണ്ടും എടുക്കണ്ട വന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് അവൻ ഒന്ന് എടുക്കാൻ നോക്കി. പക്ഷേ അവൻ്റെ മുഖം കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന അവൾക്ക് അത്രയ്ക്ക് പന്തിയല്ല എന്ന് തോന്നിയുകൊണ്ട് വീണ്ടും അവൾ എൻ്റെ അടുത്തോട്ട് വന്നു. അങ്ങനെ ഒരു 50 മീറ്ററോളം ആയിരിക്കും അവൾ അവിടെ നിന്ന്. ആ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. വീണ്ടും ഞാൻ തന്നെ എടുത്തു. വീണ്ടും നടത്തി അങ്ങോട്ട് തുടങ്ങി. തുടങ്ങുമ്പോൾ നമ്മൾ കുറുമ്പഴയുന്ന കണക്ക് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പോകുന്ന നമുക്ക് ദൂരെ കാണാം. അപ്പം നമ്മൾ വിചാരിക്കും, അപ്പോൾ ഒരുപാട് ഇനിയും നടക്കാനുണ്ടെന്നുള്ളത്. ഇതൊക്കെ നല്ല അടിപൊളി സൈറ്റാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഈ ആനത്താര, അതായത് ഈ വന്യമൃഗങ്ങളുടെ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവിടെ ഇത് കെട്ടി നിർത്തിയിരിക്കുന്നത്. കാരണം ചൂട് കാലമൊന്നും ഇവിടെ നിന്നും വെള്ളം അധികം കാണില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതിനിടയ്ക്ക് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇതുവഴി വരുന്നതിന് ഇത് ഒരു ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ സെൻറ്ററിലെ ഒരു ചെക്ക് പോസ്റ്റാണ്. ഇവിടെ വന്ന് നമ്മൾ കൗണ്ട് എടുത്തിട്ട് അങ്ങോട്ട് വിടും. അതായത് നമ്മൾ എത്ര പേരായിട്ടാണ് വരുന്നത് അത്രയും പേര് വരും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നടന്നിട്ട് ഗൈസ്. ഇതാണ് നമ്മൾ ഒരു 3-4 കിലോമീറ്ററോളം ഉള്ള ഒരു ഇറക്കമാണ് ഗൈസ്. ഇതിറങ്ങിയപ്പോഴത്തേനും കുഴഞ്ഞു. ഒരു 3-4 കിലോമീറ്ററൊക്കെ നടന്ന് ഒരു ഇറക്കം, അതായത് അപാര ഇറക്കമായിരുന്നു ഗൈസ്. അതെല്ലാം ഇറങ്ങി നേരെ താഴെ വന്നതാണ് നമ്മൾ സന്നിധാനത്തെത്തി. അമ്പലം അടച്ചില്ലേ, അതുകൊണ്ട് ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യം മുതൽ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പുൽമേട് വഴി പോയിട്ടില്ലാത്തവരാണെങ്കിൽ പോകാൻ ശ്രമിക്കുക. അടിപൊളി യാത്രയാണ് കേട്ടോ. പിന്നെ പരമാവധി കുട്ടികൾ മുതിർന്നവരെയൊക്കെ യാത്ര ചെയ്യുന്ന ഒഴിവാക്കുക. കാരണം അപാര ഇറക്കമാണ്. കയറ്റം മുട്ടക്കുന്നുകളൊന്നും നമുക്ക് വിഷയമില്ല. പക്ഷേ അതിലൊരു 4-4.5 കിലോമീറ്ററോളമുള്ള ഇറക്കം നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. പിന്നെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ പറയത്തക്ക വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. ആകെ മോളെ എടുത്തുകൊണ്ട് മലയിറങ്ങിയ ആ ഒരു ഇതിൻ്റെ ഉള്ളായിരുന്നു. പക്ഷേ സന്നിധാനത്തുനിന്ന് പമ്പയിലോട്ട് പോകാൻ പിന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം ഇത്രയും മോളെ എടുത്തുകൊണ്ട് പിന്നെ അവളെ എടുത്തുകൊണ്ട് പോകണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അവളെ കുറച്ചൊക്കെ നടത്തിച്ച്. പിന്നെ അപ്പം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ പോകുമ്പോൾ. അത് കഴിഞ്ഞ് വിർച്വൽ ക്യൂവിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും പറയാൻ, നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ പോയി വിർച്വൽ ക്യൂവിൻ്റെ ഫസ്റ്റ് നിന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതായത് ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നവർക്കാണ് ആദ്യം മുൻഗണന കൊടുക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് അത് കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ ബുക്ക് ചെയ്ത് പരമാവധി ഓൺലൈൻ ബുക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ ക്യൂ ആയിട്ട് അവിടെ പോയി ക്യൂ ആയിട്ട്, അതായത് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പരമാവധി പുൽമേട് വഴി പോകുമ്പോൾ നമ്മളത് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ.
അപ്പം എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയോളമായി, ഇടാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.